മമ്മൂക്ക പല അതർ ഇൻഡസ്ട്രി ആക്ടേഴ്സും പറയാറുണ്ട് മോളിവുഡിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് സത്യത്തിൽ മോളിവുഡിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, അതേപോലെ ലൈവ് ആക്ഷൻ ആനിമേഷൻ മൂവി ഓ ഫാബി, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് യൂണിവേഴ്സ് മൂവി ഗുരു എന്നൊക്കെ പറയാം. അതേപോലെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ 2018 ലോക പോലുള്ള ഒരു ലോകോത്തര നിലവാരമുള്ള സിനിമകൾ അത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ സംഭവിക്കുന്ന മലയാളത്തിൽ മാത്രമായിരിക്കും. അപ്പം മമ്മൂക്കയുടെ ഒരു കാഴ്ചപ്പാടിൽ മോളിവുഡിൽ മാത്രം സംഭവിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ബോളിവുഡിലാണ് നമ്മളെ ഈ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ചാറ്റ് ഷോസ് ആരംഭിച്ചത് നമ്മളായിരിക്കണം തോന്നുന്നു. ഇപ്പം എല്ലാവരും ചാറ്റ് ഷോ ചെയ്യുന്നു. ഇത് വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണക്കാക്കിയതും കുറച്ചും അതിന് സിനിമ പോലെ തന്നെ ഓഡിയൻസ് ഉണ്ടായതും മലയാളത്തിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഒരുപാട് ചാറ്റ് ഷോസ് ഉണ്ടാവും, ഒരുപാട് ചാറ്റ് താരങ്ങളുണ്ടാവും, നിങ്ങളെപ്പോലെ കുറേ സ്റ്റാർസ് ഉണ്ട്. പിന്നെ സിനിമയിലേക്ക് കയറുന്നവരുണ്ട്, അകത്തും പുറത്തും പിന്നിലും മുന്നിലും ഒക്കെ ആയിട്ട്. മലയാളത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, മലയാള സിനിമയിൽ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം മലയാളത്തിൻ്റെ പ്രേക്ഷകർ അപ്ഡേറ്റഡ് ആവുന്നതുകൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ഈ സിനിമയിൽ സംബന്ധിച്ചിടത്തോളം ദ സോ കോൾഡ് സ്റ്റാർഡം ഒട്ടും ഫങ്ഷണലല്ല. ഈ കഥയിൽ കഥാപാത്രങ്ങളായിട്ട് തന്നെ ആണ് ഉന്നയിക്കുന്നത് എല്ലാവരും. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നുമില്ല, എല്ലാ ആൾക്കാരും എല്ലാവർക്കും അവരവരുടെ കഥാപാത്രങ്ങളുണ്ട്, അതിന് ആദ്യന്തം ഉണ്ട്, അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അഭിനയിക്കുന്നു. കഥ കേട്ടിട്ട് മോഹൻലാലിനെ പോലെ ഒരാൾ കഥ കേട്ട് വന്ന് അഭിനയിക്കുന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ കഥയല്ല, ഈ കഥാപാത്രം അദ്ദേഹത്തിന് ചേരുന്നുവെന്ന് വളരെ സന്തോഷപൂർവ്വം വന്ന ആളാണ്. അതുപോലെ ഞാനും ഷാക്കോച്ചൻ, ഞങ്ങളെല്ലാവരും ഈ സിനിമയുടെ കഥയോടും ഈ സിനിമയോടും താല്പര്യമുണ്ടെന്നും ഇങ്ങനെ ഒരു സിനിമയിൽ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും സിനിമയിൽ വന്നതാണ്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞില്ലേ ഇതൊരു എന്റർടൈൻമെന്റ് മീഡിയം ആണ് പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ പണ്ട് തുടങ്ങിയപ്പോ ഇപ്പോഴും അതെ ഇതും നമുക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. ഒരു നിമിഷത്തേക്ക് ഞാൻ ദേവി എയറിലേക്കാണല്ലോ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ്, അതിൽ ഞങ്ങൾ മമ്മൂക്കയെ മിസ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഞങ്ങളെ മിസ് ചെയ്തിട്ടുണ്ടോ? മിസ് ചെയ്തിരിക്കും. ഞാൻ അതുകൊണ്ടല്ലേ ഓടി വന്നത്. അതുകൊണ്ടല്ലേ ഓരോരുത്തരായിട്ട് എല്ലാരെയും കൂടെ ഒന്നിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചു. ഓ താങ്ക് യു. ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്, ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാനാണെങ്കിൽ മഹേഷ് നാരായൺ സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഹൗ യു ടെൽ ദ സ്റ്റോറി, ഇറ്റ് ഇസ് അബൌട്ട് ഹൗ യു മേക്ക് ദ സ്റ്റോറി. ഈ മഹേഷ് നാരായൺ എന്ന് പറയുന്ന മേക്കറിൽ ഇപ്പൊ ആള് തന്നെ പറയായിരുന്നു, ഞാൻ എല്ലാവരും വഴക്കുറയും, കൂട്ടത്തിൽ ഏറ്റവും വഴക്കിട്ടിട്ടുള്ളത് ഫഹദിനോടാണ്, കാരണം പുള്ളിയോടാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ആസ് എ മേക്കർ മഹേഷ് നാരായൺ എന്ന് പറയുന്ന ആളെ ഉണ്ടല്ലോ, ആളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? വാട്ട് ആർ ഹിസ് സ്പെഷ്യാലിറ്റീസ്? കൺവിക്ഷനുള്ള ഡയറക്ടറാണ്. അയാൾക്ക് ആവശ്യമുള്ളത് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം, അത് ചോദിക്കും, വാങ്ങിക്കും, അങ്ങനെയുള്ള സംവിധായകനാണ്. ഒരു ആക്ടറുടെ കോൺട്രിബ്യൂഷനെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ പോലെ മമ്മൂക്ക ലാലേട്ടൻ ഇവർ ഒരുമിക്കുന്നതുകൊണ്ടാണോ ഈ ബ്രഹ്മാണ്ടവും ഈ വലുപ്പവും പടത്തിന്, അതോ ഈ കഥ ഇത് ആവശ്യപ്പെടുന്നുണ്ടോ? ഒരുമിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമയല്ല, സിനിമ ആണ് ഞങ്ങളെ ഒരുമിപ്പിച്ചത്. ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും നമുക്ക് രണ്ടുപേർക്കും ചേരുന്നതും അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മധൈര്യം ഉള്ളതുകൊണ്ടുമാണ് ഈ സിനിമയിൽ കണ്ടുവരുന്നത്. ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങളും നമുക്ക് പരിചയമല്ലെങ്കിലും ഇതെവിടെയെങ്കിലുമൊക്കെ നടന്നേക്കാവുന്നതും നടക്കരുതാത്തതുമായ കഥയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം, ഇതെങ്ങും നടന്ന കഥയല്ല, ഇപ്പോൾ നടക്കുന്ന കഥയുമല്ല, ഒരിക്കലും നടക്കരുതാത്ത കഥയാണ്. മനസ്സിലേക്കാണോ? ഡെഫിനറ്റ്ലി. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നാടിനെ സംബന്ധിക്കുന്നതും നമ്മളെ സംബന്ധിക്കുന്നതുമായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക കൂടിയാണ് സിനിമ ചെയ്യുന്നത്. നമ്മളെന്നും ഓരോ വാർത്തകളും ചതിയും പറ്റിക്കൽപ്പെടുന്നത് ദിവസേന കേൾക്കുന്നില്ലേ? അതുപോലെ പലതരത്തിൽ നമ്മളറിയാത്ത, നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള വലിയ ചതികൾ പതിയിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഈ സിനിമ. ചാക്കോച്ച, മഹേഷ് നാരായൺ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ടേക്ക് ഓഫ്, മാലിക്, സീ യു സൂൺ, അറിയിപ്പ് എല്ലാത്തിലും പ്രേക്ഷകരെ ഇമോഷണലി ലോക്ക് ചെയ്യാം. അത്തരത്തിൽ അത് ഏത് തരം പശ്ചാത്തലത്തിൽ എടുത്താണെങ്കിലും ഏത് സ്കെയിലിൽ എടുത്താണെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പാട്രിയോട്ടിൽ അങ്ങനെ പ്രേക്ഷകനെ ഇമോഷണലി ലോക്ക് ചെയ്യുന്ന ഒരു സിനിമയാണോ? തീർച്ചയായിട്ടും. അതും അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവത് മഹേഷിൻ്റെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷണൽ കോഷ്യൻ്റ് അത് ഏറ്റവും നല്ല രീതിയിൽ ഫോർട്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീഷ്യനാണ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററാണ്.
അത് മഹേഷിൻ്റെ സിനിമകളിലൊക്കെ നമുക്ക് ടെക്നോളജിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഇമോഷണൽ ഫാക്ടറാണ് പുള്ളി അതിൽ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹേഷ് നാരായൺ സിനിമകളിൽ ആ ഒരു ഇമോഷണൽ കോഷ്യൻ്റ് തീർച്ചയായിട്ടും ഫേവറേറ്റിൽ നമുക്ക് വേറൊരു സ്കെയിലിൽ ഫീൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രവതി മാം സംവിധാനം ചെയ്തിട്ടുള്ള ഫിർമിലേങ്ക പോലെയുള്ള ചിത്രങ്ങൾ സോഷ്യലി ഒരുപാട് കണക്റ്റ് ആവുന്ന ഫിലിംസ് ആണ്. ഇപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പം മാം ആസ് എ ഡയറക്ടർ, ആസ് എ ക്രിയേറ്റർ, മാമിന് ഉള്ള ഈ ഒരു മൂവിയിലെ ഒരു പൊളിറ്റിക്സ് എന്താണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാട്രിയറ്റ് മൂവിയിൽ? ഓക്കെ, ഫസ്റ്റ്ലി ഞാനൊരു ആക്ടറാണ്. സോ ആ ആക്ടറായിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ഡയറക്ടറായിട്ട് ഒരു കാര്യവും ഞാൻ ചിന്തിക്കാറില്ല. ഐ ജസ്റ്റ് കം ആൻഡ് എൻജോയ് മൈസെൽഫ്. എനിക്കൊരു ലക്ഷറി ഫീലിംഗ് ആണ് ആക്ടറായിട്ട് വരുമ്പോൾ. നമ്മൾ പറയുന്നത് കേൾക്കുക, അത് നമ്മൾ നല്ലോണം ചെയ്യുക. മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ സോഷ്യലി ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളിൽ നടക്കുന്ന ഒരു കഥയാണ് അത്. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി അറ്റ് ദ മൊമെൻറ്റ്. ആൻഡ് മഹേഷ് എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ട പടങ്ങളെല്ലാം ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. സോ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിലൂടെ ഒരു കഥ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഓഫ് കോഴ്സ് ദ ക്രിയേറ്റർ, ദ ടെക്നീഷ്യൻ, എവറിത്തിങ് കംസ് ഔട്ട് ഇൻ ദ മൂവി. സോ ഐ ഫീൽ ദാറ്റ് യെസ്, ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് because of technology is great if used well, but if it is misused, it can be really bad. So അത് തന്നെയാണ് നമ്മൾ ഈ പടത്തിലും കാണാൻ പോകുന്നത്. And I think I love it. It's very relevant. വിമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടാണ് നിങ്ങളുടെ വിമൻസ് ക്യാരക്ടർ പോസ്റ്റർ റിലീസായത്. അതിലെ ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ പോർട്രേ ചെയ്യുന്നതാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 4 ഹീറോസ് ഒന്നിച്ചെത്തുന്ന പടത്തിൻ്റെ അടുത്ത് തന്നെ സ്ത്രീ പ്രാധാന്യത്വമുള്ള സിനിമയാണ് ഇത്. ഐ തിങ്ക് മരീഷേട്ടൻ്റെ എല്ലാ പടത്തിലും ഭയങ്കര ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും യു ദോസ് പീപ്പിൾ, ക്ലിയർ ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി, അവരുടെ റീസണിങ് ഒക്കെ നമുക്ക് ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് എ വൺ സീൽ ക്യാരക്ടർ, ദാറ്റ് ക്യാരക്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ദ ഫിലിം. അപ്പോൾ ഇതിൽ സ്പെസിഫിക്കലി ഇത്രയും ആക്ടേഴ്സ് ഉണ്ട്. But I think it's Mahesh Ayyar's forte. ഇത്രയും ആൾക്കാർ I think only he could have done justice to. ഞാൻ വായിച്ചപ്പോൾ ആക്ച്വലി I think initially വായിക്കുമ്പം കഥ മഹേഷ് അയ്യറിനോട് പറയുമ്പോൾ I think that was മമ്മൂക്ക ആൻഡ് ഫഹദ് ഉണ്ടെന്നോ അങ്ങനെ അത്രയും ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. സ്ലോലി ന്യൂസിലാണ് ഞാനിങ്ങനെ ഓരോരുത്തരും കാസ്റ്റ് ഇവരുണ്ട്. സോ ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ് ദാറ്റ് എനിക്ക് ഈ പടത്തിന്റെ ഭാഗമാവാൻ പറ്റിയതും. ഐ ഡിഡ്ന്റ് ഹാവ് സീൻസ് എ ലോട്ട്. ചാക്കോച്ചക്കൂടിയായിരുന്നു മെയിൻലി. സോ ഇറ്റ്സ് വെരി നൈസ്. രാജേഷ് നമസ്കാരം. രാജമേനൻ എന്നുള്ള ഡയറക്ടറിനെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറിനെ മലയാളികൾക്ക് പരിചയമുള്ളതിനേക്കാൾ കൂടുതൽ ചൂട് ചായ ഊതി കുടിക്കുന്ന ഗുപ്തനായിരിക്കും ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 28 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഇതേ ഒരു കൂട്ടുകെട്ടിൽ, അല്ലെങ്കിൽ ചാക്കോച്ചനുണ്ട്, മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, ഫസിക്കയുടെ മോരുണ്ട്. അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചില്ല. മഹേഷ് സ്ക്രിപ്റ്റ് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട്, പക്ഷെ സെറ്റിൽ വന്നപ്പോഴാണ് ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കുറേ കൊല്ലം മുമ്പിൽ നടന്നതാണെന്ന്. ബട്ട് ഇറ്റ്സ് ഐ ഡോണ്ട് നോ വെദർ ഐ എം വെരി ഹാപ്പി. ഞാനൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഹരികൃഷ്ണനിൽ ആക്ട് ചെയ്തത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഐ ക്ലിയർലി ഡിസൈഡഡ് ഐ ഡോണ്ട് വോണ്ട് ടു ആക്ട്. So it's not some kind of a happy swapnam that I have. It was I was struggling, എന്താ ചെയ്യേണ്ട. Oh my God, acting is so difficult. എനിക്ക് തോന്നിയ ഒരു ഫേസ് ആണ് അത്.